ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കിട്ടുന്ന ഒരു ചട്നി റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു വെറൈറ്റി ചട്നിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചട്നി ഉണ്ടാക്കാനായി നമുക്കൊരു പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെക്കാം. അതിലേക്ക് 1/4 കപ്പ് നിലക്കടലയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഉഴുന്നുപരിപ്പ് കളറ് മാറുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഉഴുന്നുപരിപ്പൊക്കെ നന്നായി കളറ് മാറിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നത്. ഇതിവിടെ ഒന്ന് തണുക്കട്ടെ. ഇനി വേണ്ടത് കൊച്ചുള്ളിയാണ്. ഞാനിവിടെ 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടായി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 3 ഉണക്കമുളക്, എരിവുള്ള ഉണക്കമുളകാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് നിലക്കടലയൊക്കെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഉണക്കമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ റൈസിൻസാണ്, അതായത് ഉണക്കമുന്തിരി. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്താൽ നമുക്ക് നന്നായി അരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടുന്നത്ര വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഹോട്ടലുകളിൽ മസാല ദോശയ്ക്കും ഗീ റോസ്റ്റിനും ഒപ്പം കിട്ടുന്ന ഒരു ചട്നിയാണ്. വളരെ ഒരു വെറൈറ്റിയും നല്ലൊരു ടേസ്റ്റിയായ ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ച് നമുക്ക് ചട്നിയിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.